അതിന് നമ്മള് ഫുൾ ഇക്വിപ്ഡ് ആയിരിക്കണം. ഗണ്ണൊക്കെ ഉണ്ടോ? നമ്മ രണ്ടാള് മതി ഇങ്ങളെ പറ്റി വിടാ. ചന്ദ്രൻ ഞാൻ ഇവിടെ കുത്താൻ പോണേ, നിങ്ങൾ മൂന്നാളം അടിക്കാൻ പോണേ. ചന്ദ്രൻ പോലെ ഉയർന്നവൻ, റിങ്കിൽ തീപ്പൊരി പൊട്ടിക്കുന്നവൻ, കൈ ഉയർത്തി ലോകം മുഴുവൻ വിളിക്കുമൊരു പേര് ചന്ദ്രബോ. അവരത് ചൂട്ടി നിനക്ക് തലക്കകത്തല്ലോ, നിനക്ക് തലയിൽ എന്തേലും പറ്റുമോ? തലയിൽ എന്തെങ്കിലും വെക്കാൻ പറ്റുമോ? എന്താ നിനക്ക് തലക്കകത്തൊന്നും ഇല്ലെന്ന് മനസ്സിലായി. തലക്ക് പുറത്തെങ്കിലും എന്തെങ്കിലും വെക്കാൻ പറ്റുമോ? ഹെൽമെറ്റ് കടക്കല്ലോ. ഇത് നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. മണ്ടന്റെ മോനാണ് കേട്ടോ ഇത്. എന്താണ് നമ്മളത് ഒരു കിടക്കുന്നു ചന്ദ്രു. പിന്നെ ഇവന്റെ ഇത് മറ്റേ ഇവന്റെ ചെറിയൊരു കാര്യത്തിന് പീടി വരുന്ന ചെല്ലണേ ചന്ദ്രു. അതിന് നമ്മള് ഫുൾ ഇക്വിപ്ഡ് ആയിരിക്കണം. ഗണ്ണൊക്കെ ഉണ്ടോ? അപ്പൊ അലീന കട്ട മറ്റേ ഹെൽത്ത് പോഷൻ ഒന്ന് വണ്ടി പോയി. അപ്പം സമ്മതിച്ചോ കട്ടൊന്ന്. സൂര്യ തോക്ക് സാധനങ്ങളൊക്കെ മേടിച്ചോ? ഫുൾ വണ്ടി മൊത്തം ആയുധങ്ങളായിരിക്കണേ. എടാ മുച്ചിരിനെ കണ്ടായിരുന്നു ആരെങ്കിലും? മുച്ചിരിനെ ഓ ഞാൻ നോക്കിയത് ഏതൊരു കൊച്ചു ഇറക്കി എടുത്തിട്ട് ഇടിക്കുന്നുണ്ടായിരുന്നു അവിടെ ഇട്ട് വെച്ചിടിക്കുന്നുണ്ട് എടുത്തിട്ട്. അവനെ ഈ പരിസരത്തെല്ലാം കണ്ടായിരുന്നു. അവനെ കാണണമെന്ന് പറയണേ. സുന്ദര ആര് വിളിക്കുന്ന? ഹലോ 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 വന്നു പിങ് വന്നു പിങ് പിങ് പിഎൽ 73 മണി 10 ചന്ദ്രന്റെ ആളെത്തി. ഹലോ എന്താ? ഹലോ കേക്കോ? ഹലോ അവര് പറഞ്ഞ കേക്കുന്നില്ല. എന്താ എന്താ സംസാരിക്കണോ? പറ അങ്കിൾ. ഹലോ കുറച്ച് പേഴ്സണൽ ആയിട്ട് സംസാരിക്കാനുണ്ടായിരുന്നു. റോങ് മാറ്ററൊക്കെ ഒരു പിള്ളേരുടെ അടുത്തൊക്കെ സംസാരിക്കണം. അച്ഛനെ എന്താ കാര്യം പറഞ്ഞോ? കുഴപ്പമില്ല, ഞാൻ അവന്റെ അച്ഛനാണ്. കേട്ടില്ല. എന്താ കേട്ടില്ല? അച്ഛനോടൊന്നും അങ്ങനെ പറയാൻ പറ്റൂല. നിന്റെ അച്ഛന്റെ പേരെന്തിനാണ്? ഹലോ പെട്ടെന്ന് പറയണ. അച്ഛന്റെ പേരൊക്കെ നമ്മൾ സ്പോട്ട് ചെയ്ത് പറയണം, അല്ലെങ്കിൽ നമുക്ക് തന്തയില്ലെന്ന് അർത്ഥം. നമുക്ക് അതിനർത്ഥം നമുക്ക് തന്തയില്ലെന്നാണ്. അത് പെട്ടെന്ന് പറയണ. അച്ഛനുണ്ടെങ്കിൽ അച്ഛന്റെ പേര് എന്നത് അപ്പനല്ലെന്നാ? അത് മനസ്സിലായി. നീ എവിടെ ഉണ്ട് ഇപ്പം? നിന്റെ അടുത്തിരിക്കണ മറ്റേ മുച്ചിരി എന്ന് പറഞ്ഞ അവന്റെ അടുത്ത് പറയണം. അവന്റെ കാലിലേക്ക് ഒരുമിച്ച് വെട്ടിയെടുക്കുമോ കേട്ടോ? നമ്മളെ മുന്നല്ല വന്നാ കേട്ടേ? ആ എവിടെ ഉണ്ട് തോടേ? അല്ല ഇങ്ങോട്ട് വന്ന് തൊടാന്നൊക്കെയാണ് പല്ല് വിളിച്ചേ. ഇങ്ങോട്ട് വന്ന് തൊടും ഒലത്തൂന്നൊക്കെ. അവരുടെ റെഡിക്ക് സംസാരിക്കാൻ പറ അവൻ്റെ അടുത്ത്. പേടിക്കല്ലേന്ന് പറ ഇങ്ങനെ.
എന്താ പറയാ ഇങ്ങനെ ഇച്ചിരി ഇത് കുറച്ച് കൊച്ചു പിള്ളേരെ വിളിച്ചിരുന്നിട്ട് അവൻ ഇച്ചിരി ഞാൻ കാര്യം പറയാം. നമ്മള് വലിയ ക്യൂബ്ഡ് ആയിട്ടിരിക്കുകയാണ് വെറുതെ നമ്മളെ ഒരു ജാതക്കുള്ള ആൾക്കാർ റെഡിയാക്കി വെച്ചോ. അതായിരിക്കും നമ്മ രണ്ടാളും മതി നിങ്ങളെ റെഡിയാക്കി വെച്ചോ. പക്കിയോടാരാ ഈ ബനാന വെച്ചിട്ട് വാ. എടാ ഞാൻ കാര്യം പറയട്ടെ, നീ ആദ്യം 10 വയസ്സാകാത്ത ചെക്കനൊന്നും കൂട്ടിട്ട് കയറല്ലേ? അവന്ന് ചിലപ്പോ എനിക്ക് തോന്നില്ല അവന് കോമ്പറ്റീഷൻ നീ ആയിരിക്കും ചിലപ്പോ. നീ സംസാരിക്കില്ല അധികം. അവൻ തന്നെയാ മുച്ചിരിയൊക്കെ കൊന്നത് കേട്ടോ. ആ 10 അതെ അതെ മച്ചാനെ മച്ചാന്റെ മോശനെ കളിക്കൽ കോറിലിട്ട് എന്റെ ചെറുക്ക് ഇടിച്ചുറക്കി. അവനെ മുച്ചിരി ലൊക്കേഷൻ കൺസ്ട്രക്ഷൻ ഞങ്ങൾ എത്ര അത് അതിന്റെ മാറ്റർ ആണോ? ഏതാ ആടാ ഞാൻ 8-10 അടിക്കും. ഇവിടെ ഒരേ ബോസേ ഉള്ളു ബ്രോ. സോറി ഇവിടെ ഒരേ ബോസേ ഉള്ളു. ഒരേ ബോസേ ഉള്ളു. അതാണ് നീ ചത്ത കിടന്നത്. അതാണ് നീ ചത്ത കിടന്നത് കുറച്ച് നേരത്തെ ഉച്ചിരി. മുച്ചിരി നീ ചത്ത് കിടന്നില്ലടാ. മുച്ചിരി നീ ചത്ത് കിടന്നില്ലേ? ഇച്ചിരി നിനക്ക് പറ്റുമെങ്കിൽ നീ ഒന്നങ്ങ് ചെയ്തിട്ട് പോടാ. നീ നമ്മളെ കണ്ടുപിടിച്ച് നിനക്ക് ലൊക്കേഷൻ തരാൻ ഇതെന്തോ ലൊക്കേഷൻ നമ്മളെന്തോ ഊബറാ ഇവിടെ. വേണമെങ്കിൽ കണ്ടുപിടിടാ ഉച്ചിരി. അല്ല ബ്രോ നമ്മ നിങ്ങൾ ഊബറായിട്ടേ കണ്ടിട്ടുള്ളൂ. നിങ്ങ പറയേ. പക്ഷെ ഞാൻ നിന്നെ ഊമ്പനായിട്ടേ കണ്ടിട്ടുള്ളൂ. മനസ്സിലായാ? നീ നിർത്ത്. നീ ഡയലോഗ് അടി നിർത്തിട്ട് നീ അടിക്കാൻ വാ. ബ്രോ പറയേ ലൊക്കേഷൻ പറയേ. ഹലോ ചെറുതിനോട് വെച്ചിട്ടില്ലേ? ഏടാ സംസാരിപ്പോ എന്താ പ്രശ്നം? ഇത് സ്റ്റാഫ് കടുവരാജ്. സ്റ്റാഫ് സ്റ്റാഫ് മിണ്ട വേണ്ട കൂടിയിട്ട് അല്ല ആള് മാറിപ്പോയത് ഞാനല്ല. എന്താ വാങ്ങിട്ട് പള്ളിട്ട് പോയിട്ട് ഡംപ് பண்ணி ബ്രോ ഞാൻ ഇരിക്കുമ്പോ ബോസ് വിളിക്കില്ല ബ്രോ. അതിന്റെ ടാഗ് ലൈനാണ്. സോറി മുച്ചിരി നമ്മളെ വേണമെങ്കിൽ നിങ്ങൾ ലൊക്കേഷനിലോട്ട് വരാം. അല്ലെങ്കിൽ കണ്ടുപിടി. നമ്മളെ ഈ ലീജർ സ്ക്വയറിലൂടെ തന്നെ കാണും. ഓക്കെ ഇങ്ങനത്തെ കാര്യത്തിൽ ഇടപെടുന്നില്ല. അല്ലല്ല ബോസ് നിർത്തിയാ പരിപാടി നിർത്തിയ ബോസ് പേടിച്ച് പോവാണോ? ബോസ് പറയൂ, സംസാരിക്കൂ. മറ്റേ അടിക്കണോ ബോസ്? ലൊക്കേഷൻ പറയേ ബ്രോ പറയാം ബ്രോ. ലീജർ സ്ക്വയർ ആ ബ്രോ. ലീജർ സ്ക്വയറില് നമ്മള് എത്ര ആൾക്കാരുണ്ട്? നമ്മൾ അതെന്തിനു നീ അറിയണേ? എസ്ആർകെ അതെന്തിനു നീ അറിയണേ? അതാണ് ചോദ്യം. നീ ഓക്കേ ഇത് വണ്ടിയിൽ ഞാൻ ഒറ്റയ്ക്ക് മതി. ആ ഓക്കെ. ബോസിന് ഒരു 5 ആൾ അടിക്കും. ഹെൽത്ത് ഉണ്ടോ? ആർമർ ഹെൽത്ത് ഉണ്ട്. സൂര്യ വന്ന് എന്റെ ഇടി കൊണ്ട് വീണ് കഴിഞ്ഞോണ്ടല്ലോ ഞാൻ കത്തിച്ചിടേ. ഒരു സംശയല്ലേ? കത്താറടിയല്ലേ? അതാരെ കൂടെ അവന്റെ കൂടെ അവനോട് പട്ടി എക്സ്റ്റാർട്ട് ഇട്ടത് സ്പൈഡി പീറ്റർ. ഭാരതി കൃഷ്ണ. ഓക്കെ ബ്രോ. അപ്പൊ നമുക്ക് യുദ്ധക്കളത്തിൽ കാണാം. യുദ്ധക്കളത്തിൽ ക്ഷേത്രത്തില് രാവണനും കർണനും എന്തോന്ന് കുരുതിയില് കുരുക്ഷേത്രത്തില് രാവണനും കുട്ടൂസനാ? ബ്രോ എന്താ ബാലരമേടാ ഇത്? അപ്പൊ നമുക്ക് എന്താ ബാലരമേടാ? നീ മറ്റേ ബാലരമേടാ? നീ കൊച്ചു പിള്ളേരൊക്കെ വെല്ലുവിളിക്കണ്ട. ഇതിന്റെ വേറെ മുച്ചിരി നീ കഴുത്തറിന് ചാവുന്ന ഞാൻ സ്വന്തം. ആ നമ്മുടെ എടുക്കറ് 77 73 முஜ்ரே பயந்துட்டியா? பயமா? உனக்கு பால் புட்டி வாங்கி தரா. சாப்பிடு குடி. പാൽ കുപ്പി பால் குப்பி வாங்கி குடி. பால் குப்பி சாப்பிடு. பயமா இருக்கா? எங்க அப்பா பால் குப்பி உனக்கு புதுசா மேடிச்சு வச்சிருக்காரு. இவட வா. ഓടി പറഞ്ഞു പാവലാണോ? അല്ല ലീജൻ സ്ക്വയർ അവൻ ഏതെന്നറിയോ? ശരി നടക്കട്ടെ.
SRK ഇല്ല, പറഞ്ഞിട്ട് പോയത് വന്നാ ചന്ദ്ര വന്ന് നിങ്ങളെ പെട്ട് കേട്ടാ. ബ്ലാക്ക് വണ്ടി പോയിട്ട് ബ്ലാക്ക് വണ്ടി ഇല്ലില്ല, ബ്ലാക്ക് വണ്ടി നിങ്ങൾ വിട്ടോ. വണ്ടി നോക്ക്. വണ്ടി കൂത്തിട്ടോ ബാ വണ്ടി നോക്കടാ. എടി ഇവിടെ വല്ല വലിയ കേറടി. പെട്ടെന്ന് വാ എവിടെ ചന്ദ്ര വാ വണ്ടി കയറി വാ കേറ്. ഇതാര് കോച്ച് ഇറക്ക് കോച്ച് വണ്ടി തരട്ടെ അടിയന്തരാവസ്ഥ കൊച്ചിപ്പോ വരെ ചത്തുപോലെ ഇറങ്ങ്. സീറ്റ് മണ്ണ് ഡ്രൈവർ സീറ്റ് ഡ്രൈവർ സീറ്റില്ലേ വെറുതെ അട്ടാക്കി ഓടി മുച്ചിരി ഇവിടെ പോയാ. ഈ വഴി പോയി നമ്മള് വെടിവെല്ലാം വെച്ചായിരുന്നു അവനെ. ഞാനൊരു ഇത് കൊണ്ട് ആണോ? ഞാൻ വാണിംഗ് ഫയറും കൊടുത്ത് അടിക്കുകയും ചെയ്തു. ആ ഓക്കെ. അതാണ് ആ ഡ്രസ് പിങ്ക് അത് ബ്ലാക്ക് അതെ ആ വണ്ടി ലെഫ്റ്റ് പോട്ടെ. അല്ലേ ഇന്ന് അവനെ പോട്ട് ഓ കുണ്ടാക്കണോ പാലവത്തി നേരെ വിട്ടോ. ബസ് രണ്ടുപേര് കേറ്. അവിടെ ഓൺ ഫുട്ടിൽ ആരോ കിടന്ന് കറങ്ങുന്നു. ഉണ്ട് എന്തൊക്കെയോ പ്രശ്നം. ഉണ്ടല്ലേ ഉണ്ട് ഉനക്കുണ്ടാ? നീ കാരണം ഈ വള്ളിയെ ഞാൻ വെടറാം പൊന്നം. അപ്പൊ അങ്ങ് സുട്ടുതരാങ്ങ അവിടെ എന്താ? ഓ ഇത് അതുകൊണ്ട് അത്ര വണ്ടി കിടക്കുമല്ലേ അവിടെ അവർ ചുടട്ടെ. നിനക്കെന്ത് പ്രശ്നം? നിനക്ക് പ്രശ്നം എന്ത്? ജീപ്പ് അല്ല പക്ഷെ നീ കളർ പോലെ തോന്നി. ജീപ്പ് അല്ലായിരുന്നു അവിടെ ആദ്യം. ജീപ്പ് അല്ലല്ല ചന്ദ്രന്റെ ഓറഞ്ച് വണ്ടിയില്ലേ എന്തൊരു മറ്റേ ചന്ദ്രന്റെ BMW അതെ ആ വണ്ടി ഇല്ല ഇനി അവന്മാർ മിക്കവാറും രണ്ട് വണ്ടിയിലാവും എന്നാണ് എനിക്ക് തോന്നണേ. എന്താ എംജിന്റെ പാർക്കിന്റെ ഫ്രണ്ടിൽ വാ എന്താ പറ്റാനെ തൊട്ടോ എംജിന്റെ പാർക്കിംഗ് MG പാർക്കിങ്ങാ? വാ MG പാർക്കിങ് ഇങ്ങനെ നീ പറഞ്ഞത് ഞാൻ പറഞ്ഞോ? പേടിയാണോ അല്ലല്ല നീ പറഞ്ഞത് ഞാൻ പറഞ്ഞോ? നിനക്ക് നമ്മളെ പിടിക്കാൻ പറ്റില്ല. കുടുംബശ്രീ മൊത്തം എടാ നിനക്ക് നമ്മളെ പിടിക്കാൻ പറ്റിയില്ലേ? നിനക്ക് നമ്മളെ പിടിക്കാൻ പറ്റില്ലടാ. നിനക്ക് നമ്മളെ പിടിക്കാൻ പറ്റിയില്ല. നിനക്ക് പേടിയാണാ? നീ എന്റെ വന്നു ഒലത്തോന്ന് പറഞ്ഞ എടാ ഇല്ല പേടിയൊന്നുമില്ല നമ്മള് അങ്ങനെയല്ല. പക്ഷെ നിങ്ങൾ ഡയലോഗ് എന്തിനാണ്? എന്താ നിങ്ങൾ കരയും MG എന്ന് പറഞ്ഞ മുതുക്കേറാണാ? ഞാൻ മുതുക്കേറണ്ടല്ലോ. 8000 അല്ലേ? നമ്മളിപ്പോ മുതുക്കേറാ വിചാരിച്ച അവിടെ ഒരു പാർക്കിലാ നിക്കുന്നേ. എന്താടാ ഹലോ ഒരു സെക്കൻഡ് പേടിക്കല്ലടാ ഇങ്ങനെ പേടിക്കല്ലടാ ബ്രായാ. എന്താ പറയണേ? இறங்கி வா பிரச்சனை இல்ல வா இறங்கி வா நான் வரேன்டா. இப்போ இவங்க படியில ஏறி எங்க போனாங்கன்னு சொல்லி பாருடா. வீடியோ கிராம் ரைட் அடி டூட் டூட் டிங்க வருது. ചന്ദ്ര ഡിങ്ക് ഉണ്ട് എന്നെ
വൺമയാണ് ഞാൻ ഈ വണ്ടി എടുത്ത് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നീ ഓടി പറഞ്ഞേ. ഞാൻ വരാം ഈ വണ്ടി ഫ്രണ്ട് പോകുമ്പോൾ ഓടി പറഞ്ഞേ. ക്ലിയറാ ആടാ പേടിച്ചോടിയതേ. എതിര് പേടിച്ചോടിയല്ലോ. அப்ப படி வழியா இறங்கிருப்பாங்க. ஏடில யாரும் இல்ல. ബോസ് ഉണ്ടടാ ഇന്നെ രക്ഷിക്കാറുണ്ടടാ. ബോസ് ശരി എന്നാ ചെല്ലേ ബോസിന്റെ അടുത്ത്. அப்பா ஈகோ ஆச்சுப்பா கண்டிப்பா சாவடிக்கணும்பா. அம்மா இது வெச்சாங்க. സർക്കെ அம்மா இவை செய்ய போறாங்க. ഓടി എന്തായാലും അവനെ ഇട്ടിട്ട് അലീന ഇത് ஆஸ்தி சாப்பிடு. അവനിട ഡേയ് ഓക്കെ ഡേയ് ഹലോ വന്ന് വണ്ടി കയറുവാ. ബാക്കി പറഞ്ഞുതരാം. കേറ് എന്റെ കൈ കൊരുത്ത്. എടാ നീ എന്റെ കൈ കേറണ്ടതിന് അവളുടെ വെടിക്കാള് ഇവിടെ. അതൊക്കെ ഉണ്ടോ அப்ப எல்லா டோரும் നിക്കണ്. എവിടെ അവിടെ നിപ്പുണ്ട് അവിടെ സൈഡിൽ നിപ്പുണ്ട്. കേറുന്നതിന്റെ അങ്ങോട്ട് നിപ്പുണ്ട്. ഇവ റേഡിയോ കോൾ എടുക്കുവാണോ? റേഡിയോ കോളാ അല്ല എന്താണ് എന്ത് റേഡിയോ ആള് കൂടുന്ന റേഡിയോ കോൾ എടുത്ത അവനും കൊടുത്ത റേഡിയോ കോള് എന്ത് ആള് കൂടെ നമുക്ക് ആളുന്നില്ല. നമ്മൾ രണ്ടാളും ആരാ നീ ഏതാ? വെറുതെ നടക്കാൻ നടക്കാനൊക്കെയാണെന്ന് എന്റെ ചന്ദ്രബോസിന് അത്രേ ഉള്ളൂ. കുറച്ചുകൂടെ പ്രതീക്ഷടാ. കഴിഞ്ഞോടാ அப்பா அம்மாவை காப்பாத்துப்பா. കുറച്ച് കാരണ ബോസ് ഒരു മുണ്ണേന്ന് പറ. പിയല്ല ആർപിലെന്ത് പിയല്ലേ മിണ്ടണ്ടാ. ആ പറ കഥ നിന്റെ കഥ. அவ மேல நாங்க ஆட்ட போடுவோம்னு சொன்னது. കല്ലടാ സൂര്യ ഡാൻസ് അല്ലേ. കളി നിനക്ക് ഇരിക്കണം. റീഎൻട്രി പോളാ പട്ടി. നിനക്ക് റീഎൻട്രിയിലെ ഒരു തേങ്ങയില്ല നിനക്ക്. നീ ഡാൻസ് കളി. ഞാനാ அம்மா டோரு அம்மாவை காப்பாத்துங்க. ചത്താ വണ്ടി ഇവൻ മറ്റേ ഫ്രീ കില്ല് കിട്ടാൻ വേണ്ടി വണ്ടി അനങ്ങായിരുന്നവരെ അടിച്ചു. അയ്യോ ബോസിനെ ഞാൻ കൊണ്ടുപോ ബോസേ. ഏത് വരില്ലടാ. ഞാനടുത്ത് വരില്ല. ചന്ദ്രബോസ് അത് ചാപ്രി പിന്നെ അല്ല വിളിടാ. ചാപ്രി അത് വിളിക്കണം. നീ ചത്തില്ലടാ. ചാപ്രി ചോരടാ. നീ ചത്തില്ല. ചാപ്രി ചോര്. അവനെ വിളി. ചത്തില്ലടാ. ചാപ്രി ചോര്. നീ ചത്തിലേടാ ചാപ്രി. ഇങ്ങോട്ട് നോക്കി ചോരടാ. അല്ല സോറി നിന്റെ ബോസ് നോക്കി ചോരടാ. ചോര്. നീ ചത്തില്ലേടാ ചാപ്രി. ഇതൊക്കെ നമുക്ക് കൊടുക്കാം. അല്ല എന്താ എന്റെ ടീം വിളിക്കുന്നുണ്ട്. എന്റെ ടീം വിളിക്കുന്നുണ്ട്. എന്റെ ടീം വിളിച്ചാല് ഭയങ്കര സീനാണ്. ഹലോ ഇങ്ങോട്ടാണ് ശീല കടിക്കണേ. ബ്രോ ആണുങ്ങളെ പോലെ ഡീലേ ബ്രോ. പിയലെന്താ മച്ചാനെ എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് ബ്രോ. നീ എന്തിനാ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നേ ഇങ്ങനെ തോക്കുമ്പോ?
ലൈഫ് അങ്ങനെയാണ് മച്ചാൻ, എപ്പം ജയിക്കാൻ പറ്റി ബ്രോ. ലൈഫ് ബ്രോ, ലൈഫ് അങ്ങനെയാണ്, എപ്പോഴും ജയിക്കാൻ പറ്റില്ല മച്ചാനെ. ബ്രോ നിക്കാൻ നോക്കിയല്ലേ, പക്ഷെ പറ്റില്ല. അല്ല ചന്ദ്രനല്ല SRKനെ പറഞ്ഞ, അവിടെ SRK തൊണ്ടനാന്നല്ലേ. അല്ല ഇപ്പൊ ആരെ വിളിക്കും? തൊണ്ടനാ 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 ചട്ടി തലയും വെച്ചോണ്ട് വന്നേക്കണ്. ബ്രോ ബ്രോ അലിനാടാ അല്ല ബോസേ ഹലോ ബോസേ ബ്രോ തരത്തിലിപ്പ കളി കേട്ടാ ബ്രോ. തരത്തില് ബ്രോ ആളും തരവും നോക്കി ചെയ്യണേ ബ്രോ. ആളും തരവും ബ്രോ. ആളും ബ്രോ കൊറേ കഷ്ടപ്പെട്ടല്ലോ. നീ കുറെ കഷ്ടപ്പെട്ടല്ലോ. നീ ഒരാളെ കൊന്നായിരുന്നാ? ആ പാവ അലീനെ വണ്ടിക്കകത്ത് ഹെൽമെറ്റ് പോലും വെക്കാതിരുന്ന അലീനെ മനസ്സിലായ. ആളും തരവും നോക്കി വേണം നീ കളിക്കാൻ വരാം. മനസ്സിലായടാ? ആളും തരവും നോക്കി കളിക്കാൻ പറഞ്ഞാ മതി. അല്ലെങ്കിൽ ഇതുപോലെ അടികൊണ്ട് ഇതുപോലെ വീട് കിടക്കും. മനസ്സിലായ? ഇന്നലെ കണ്ടുപിടിക്കാൻ തുടങ്ങിയല്ലോ ചന്ദ്രബോസ്. മനസ്സിലായ? നമുക്ക് കാണാം. ശരി കാണിക്കണ നീ നൈന്റെ മോനെ. പോടാ വണ്ടി എടുത്തോട്ട് പോടാ. SRK റെഡിയാണ്. SRK റെഡിയാണ് പറഞ്ഞേ. എന്തൊരവസ്ഥ ചിലവരുടെ അവസ്ഥകളെ അളിയ. ചിലവരുടെയൊക്കെ ഓരോരോ അവസ്ഥകളുണ്ടെങ്കിൽ മനസ്സിൽ പൊട്ടുവാങ്ങ്. എങ്ങനെ ചാകുന്നടാ ഇത്? എങ്ങനെ ചാകുന്നത്? നമുക്ക് പീലുണ്ടല്ലടാ SRK? നമുക്ക് പീലല്ലേ SRK? പിന്നെ നമുക്ക് ഇത് സെയിം അല്ലേ? ഇതെല്ലാം ഒന്ന് തന്നെയല്ലേ? ഒരു മനുഷ്യരുടെ ഒരു ദാരുണമായ അവസ്ഥകൾ കാണുമ്പോ എനിക്കങ്ങ് ഇതൊക്കെ റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ അലീന? നമുക്ക് അറിഞ്ഞൂടല്ലോ ഇതൊക്കെ എന്താ. SRK എന്താ പറയുന്നേ? ഈ പിള്ളേര് ജെൻസി പിള്ളേര് ഓരോരോ കാര്യങ്ങളെ ഇടാവോ? EMSന് നീ നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ എന്തെങ്കിലും വാഗ്ദാനം കൊടുത്തിട്ടുണ്ടോ? നിങ്ങള് 3 ആൾക്കാർ 1v3 പോടാ വാണമേ. നിന്റെ കൂട്ടുകാരന്റെ ഫസ്റ്റ് അടിച്ചത്ത്. നീ നമ്മളെ നീ ഞാൻ ഇപ്പഴും പറയാം. ഇത് അതല്ല. ഇത് നീ കളിക്കുന്നവരെ ക്ലാഷ് ഓഫ് ക്ലാൻസ് അല്ല. ഇത് വേറെയാണ് സംഭവം. ആളും തരം നോക്കി മോസ് അടിച്ചോണ്ടിരിക്കുമ്പോ എന്നെ മോന്ത കൊല്ലാതടി. ആയി മഴ ആൾക്കാരെ പറഞ്ഞിട്ടാ ചാറ്റി സ്പാം ചെയ്യാൻ വേണ്ടിട്ട്. കൊച്ചു പിള്ളേരൊക്കെ ചത്ത ശവത്തിട്ട് അടിക്കുമെന്ന് പറയുമ്പോൾ അവസ്ഥ അല്ലേ ചോദിക്കേ. ബോസ് പറഞ്ഞത് ഞാൻ കണ്ടു. ഞാൻ ബോട്ടാന്നല്ലേ ബോസേ? നിന്നെ ബോട്ടാന്നാ പറഞ്ഞ നിന്നെ ബോട്ടെന്ന് പറഞ്ഞു. നിന്നെ ബോട്ടെന്ന് പറഞ്ഞു. നീ ഇനി അവന്റെ കൂടെ നിക്കണ? ബോസ് ഒന്ന് എണീക്കട്ടെ. സൂര്യ ബോസ് ബോസ് ഹലോ നീ എവിടെ പോണം? നീ എവിടെ പോണം? നീ എവിടെ പോണം? ഇറങ്ങി വണ്ടി പിണങ്ങല്ലേ? ഇറങ്ങ്. എന്തിനാ ഇങ്ങനെ ഹീരിയാണ് എന്തിനാ ഇടക്കിടക്ക്? ഇങ്ങോട്ടോ ഞാൻ കാര്യം പറ്റും. ഇങ്ങോട്ടോ എല്ലാ പ്രശ്നങ്ങൾക്കും ഇതും ഇങ്ങോട്ടോ മുച്ചിരി വാടാ. ഇറങ്ങടാ വണ്ടി തരണടാ. ആ ഇങ്ങോട്ട് വാ. ഒരു കാര്യം പറയാ. ഇങ്ങോട്ട് വാ. എടാ ഇവിടുന്ന് ചാടി ചാവടാ.
പിടിച്ചിട്ടുണ്ട്. ബോസ് ഇങ്ങക്ക് എന്നെ ബോട്ട് തുടിക്കാൻ മറ്റോ പണങ്ങി കേട്ടാ. തിരിച്ച് വാ. വണ്ടി താഴെ വണ്ടി താഴെ വണ്ടി താഴെ അടി 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 എവരടി 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 ആ ആള് പോയി. ഹലോ ഹലോ സാറേ വണ്ടി ഓടിക്കുന്നേരാ? സാറേ അറിയത്തില്ല സാറേ, അറിയത്തില്ല സാറേ, അറിയത്തില്ല. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ വണ്ടിയാ എടുത്തോണ്ടൊക്കെ പോകും. ഹലോ ഓടിയായിരുന്നല്ലോ ബ്രോ, മുണ്ടുമ്പുക്കി ഓടിയായിരുന്നല്ലോ. എവിടം വരെ ഓടും അതാ പറയുന്നത്. ഒറ്റക്കൊറ്റയ്ക്ക് വന്ന മൂഞ്ചി അല്ലേ അതാ പറയുന്നത്. ആ അതെ അതെ അതെ. ഒന്ന് ഇറങ്ങാവോ മിസ്റ്റർ? മിസ്റ്റർ ഒന്ന് ഇറങ്ങാവോ മിസ്റ്റർ? മിസ്റ്റർ ഒന്ന് ഇറങ്ങാം. 2 പ്രാവശ്യം ചത്ത ആളൊന്ന് ഇറങ്ങാവോ? സാർക്ക് എന്താ വേണ്ടല്ലോ? 2 പ്രാവശ്യം ചത്ത സാറ് വിട്ടോ തലങ്ങാടി സാറങ്ങ് തലങ്ങാടിയാക്കി. ചന്ദ്രൻ ഇത് പീടി ഇടപെട്ടെ. സാറേ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആളാണിത്? അലീന വാ, കേറ്, കേറ്. ആ കുറ്റത്തിലുള്ള ആളെന്നല്ലേ പറഞ്ഞേ, പിന്നെ നീ ചോദിക്കുന്നേ ഇവിടെ ചന്ദ്രു. ഞാൻ ഇവിടെ കുത്താൻ പോണേ, നിങ്ങൾ 3 ആളങ്ങ് അടിക്കാൻ പോണേ. ഓക്കെ നിന്റെ ശിഷ്യം പോണതോ? ശിഷ്യം ബാക്കി കൊണ്ടുപോകുന്നു. കാര്യം ചോദിക്കട്ടെ, ഇത്രയും വലിയ മാസം അടിക്കാൻ നീ ആരടാ പട്ടി കഴിവറി? ചന്ദ്രയുടെ ഇറങ്ങ. ഞാൻ ഇങ്ങനെ 3 അടിക്കാൻ പോയനി. ആണാ നീ എന്നാ ചൊറോണ്ട് കേട്ടി നമുക്ക് ഒരേ സമയത്ത് ഇറങ്ങാം. ആ ഒറ്റക്കൊറ്റക്ക് വരുന്നേ 3 ആളും. ആ വാ 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 വാ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇല്ല 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 ചത്തി 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 ചത്തി. ആ സത്യം സത്യം. ഓക്കെ ഓക്കെ ഓക്കെ. വലിച്ചു 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 വലിയ മാസ് കാണിച്ചതാ, വലിയ മാസ്. എനിക്കത് അറിയായിരുന്നു അതെ ചെയ്യും. ഇത് ഈ അവസ്ഥ ദൈവമേ ജീവനുള്ള ഒരാൾക്ക് കൊടുക്കണം. ഒരാൾ വന്നിട്ടുണ്ട്. ആർക്കാ? മുച്ചിരി പോത്താ ഇച്ചിരി ഓസ. എന്തൊരവസ്ഥ ബ്രോ ഒരു സിറ്റുവേഷനെ 3 വട്ടം ഡെഡായിട്ട് കത്തിച്ച ക്യാരക്ടറാണ്. ചിരിയായിട്ടോ ഇപ്പൊ ബ്രോ. ഇതിപ്പോ ക്യാരക്ടർ എന്താണ് ബ്രോ? ഇത് വേറെ വേറെ ഒന്നുമില്ല ബ്രോക്ക് വേണമെങ്കിൽ ബ്രോക്ക് ഇത് വേണമെങ്കിൽ ഇത് അടി. എടാ ബോസ് പോയി, ബോസ് പോയി, ബോസ് പോയി, ബോസ് പോയി, ബോസ് പോയി. എടാ നീ ഒന്ന് കിടക്കണം, നീ ഒന്ന് കിടക്കണം, നീ ഒന്ന് കിടക്കണം, നീ ഒന്ന് കിടക്കണം. കിടന്ന് നിന്നെ കത്തിക്കാൻ നിർത്തി ഇവിടാടാ ഇവിടാടാ ഇവിടെ വാടാ. കിടക്കടാ ഇവിടെ, ഇവിടെ കിടക്കടാ, കിടക്കടാ ഇവിടെ, കിടക്കടാ. കിടക്കടാ 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 ഇവിടെ, കിടക്കടാ. അവന്റെ ചന്ദ്രു ഒഴി 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 ചന്ദ്രു. അല്ല എന്റെ മേത്തൂട്ട് എന്തിനു ചോദിക്കുന്നത്? പ്ലീസ് ബോസിനെ വിളിക്കാൻ, ഞാൻ വിളിക്കാൻ, ഞാൻ എന്ത് വേണേലും ചെയ്യാം. ഞാൻ എന്ത് വേണേലും ചെയ്യാം. എന്തിനാണ് നീ കൊച്ചിന്റെ ആഗ്രഹം ചെയ്യാം? അല്ല ഞാൻ എന്ത് വേണേലും ചെയ്യാം. എന്തിനാണ്? പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇച്ചിരി നിർത്തിക്കട്ടെ, ഇച്ചിരി ഇച്ചിരി. ആ എണിച്ചോ 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 എണിച്ചോടാ. ബോസിന് വേണ്ടി ജീവൻ ത്യജിച്ച ഒരുത്തൻ എന്റെ ലൈഫിൽ അതിട്ടാണ് കാണുന്നത്. ഇതിനൊക്കെ ഞാൻ എന്തോന്ന് പറയാന്ന് ഞാൻ ഇതിനൊക്കെ